മൂന്നാഴ്ചയിലധികം നീണ്ടുനിൽക്കുന്ന ഡൈനാമോസ് FC ഏഴാമത് SFA അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് ഡൈനാമോസ് ഫ്ലഡ്ലൈറ്റ് സ്റ്റേഡിയത്തിൽ നാളെ തിരശ്ശീല ഉയരും. ടൂർണമെന്റ് കിക്ക് ഓഫ് രാത്രി 7:30 ക്ലബ് പ്രസിഡന്റ് KR അബ്ദുൽ ഖാദറിന്റെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TP ഫാത്തിമ നിർവഹിക്കും. ഉദ്ഘാടന മത്സരത്തിൽ AYP മോട്ടോഴ്സ് ആലപ്പുഴ സ്പോൺസർ ചെയ്ത ഉദയപറമ്പിൽ പീടിക ടീം റഹ്മാനിയ ഇരിക്കൂർ സ്പോൺസർ ചെയ്ത ഉഷ FC തൃശൂരിനെ നേരിടും. നാളെ നടക്കുന്ന മത്സരത്തിൽ ഇന്നത്തെ വിജയികളെ ഡെബാറ്റോ ഫിഫ മഞ്ചേരിയെ നേരിടും. ടൂർണമെന്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നാളെ രാത്രി 7:30 പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ക്ലബ് ഭാരവാഹികളായ KR അബ്ദുൽ ഖാദർ, AP മർസൂഖ്, RP അബ്ദുൽ നാസർ, CV സിയാദ്, ഫൈസൽ കാസിം, സഹീർ കിത്തേടത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 22 മത്സരം അവസാനിക്കും. അഖിലേന്ത്യാ സെവൻസ് 7ാം സീസൺ നാളെ മുതൽ ഈ മൈതാനത്ത് ആരംഭം കുറിക്കുകയാണ്. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TP ഫാത്തിമ KR അബ്ദുൽ ഖാദറിൻ്റെ അധ്യക്ഷതയിൽ കിക്ക് ഓഫ് കർമ്മം നിർവഹിച്ചുകൊണ്ട് തുടക്കം കുറിക്കുകയും അഖിലേന്ത്യാ സെവൻസിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം 5-ാം തീയതി VD സതീശൻ, നമ്മുടെ പ്രതിപക്ഷ നേതാവായ VD സതീശൻ, നമ്മുടെ ക്ലബ്ബ് പ്രസിഡന്റ് KR അബ്ദുൽ ഖാദറിൻ്റെ അധ്യക്ഷതയിൽ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. ഈ പരിപാടിയുടെ എല്ലാ വിജയത്തിനു വേണ്ടിയും നമ്മുടെ മീഡിയയുടെ ഭാഗത്തു നിന്നുള്ള പൂർണ്ണ പിന്തുണ ഞങ്ങൾ ഡൈനാമോസ് അപേക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ ഈ നാട്ടിലെ സമീപ പ്രദേശത്തുള്ള ഈ ടൂർണമെൻറ്റിൻ്റെ സ്പോൺസറുമായി വന്നിട്ടുള്ള മുഴുവൻ ക്ലബ് അംഗങ്ങളും നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഈ ഡൈനാമോസ് അഖിലേന്ത്യാ സെവൻസിനെ വിജയിപ്പിച്ചുകൊണ്ട് നല്ലൊരു ചരിത്രം കുറിക്കാൻ നിങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് പത്രത്തിലൂടെയാണ് ഇരിക്കൂറിലേക്ക് വിദേശ താരങ്ങൾ വരുന്ന ഓരോ ദിവസവും കൃത്യമായി അപ്ഡേറ്റ് ചെയ്തത് ഇവിടുത്തെ മാധ്യമങ്ങളാണ്. അതൊരു ആവേശമാക്കിയിട്ടാണ് നമുക്കത് ടൂർണമെൻറ്റ് അഖിലേന്ത്യാ തലത്തിലേക്ക് മാറ്റാനും. നമുക്കറിയാം വലിയ സാമ്പത്തിക ബാധ്യത വരുന്ന ഒരു ടൂർണമെൻ്റാണ് അത്. പൂർണ്ണമായും പത്രമാധ്യമങ്ങളും ജനങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നിൽക്കുന്ന ടീം എന്ന രീതിയിൽ ഇതിൻ്റെ സ്പിരിച്വൽ ഉൾക്കൊണ്ടുകൊണ്ട് സ്പോൺസർമാരായി രംഗത്ത് വന്നിട്ടുള്ള പ്രിയപ്പെട്ട നമ്മുടെ പ്രാദേശിക ക്ലബ്ബുകളുടെ നേതാക്കൾ, മലയോര മേഖലയിൽ കണ്ണൂർ ജില്ലയിൽ തന്നെ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ക്ലബ്ബാണ് ഡൈനാമോസ്. അതിനെ ഉയർത്തുന്നതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ പങ്കുണ്ട്. അതിൻ്റെ നന്ദി എല്ലാവരും അറിയിക്കാം. നാളെ കിക്ക് ഓഫ് കർമ്മം നിർവഹിക്കുന്ന പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ ആ ഒരു ഔപചാരിക കർമ്മം കഴിയലോടുകൂടി നമ്മുടെ പന്തുരുൾ 22 ദിവസത്തെ മാച്ചാണ് ടോട്ടലായിട്ട് നമുക്ക് ഗ്രൗണ്ടിലുണ്ടാകുക. അപ്പോൾ ഈ പ്രാവശ്യം വളരെ സാധാരണഗതിയിലല്ലാത്ത ചില കാര്യങ്ങളും കൂടി കളിയിൽ സെമി ഫൈനലിൽ ചിലപ്പോൾ 2 മാച്ച് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാധാരണ ഒരു മാച്ചിൽ തന്നെ സെമി ഫൈനൽ അവസാനിക്കാറ്. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല, 1ാം പാദവും 2ാം പാദവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മേൽ കമ്മിറ്റി നമുക്ക് എങ്ങനെയാണോ നിർദ്ദേശം തരുന്നത് അതുപോലെ ചെയ്യാം. സ്റ്റേറ്റ് കമ്മിറ്റിയുടെ നിർദ്ദേശം നിലവിലുണ്ട്. അപ്പം നമ്മളവരോട് ക്ലൈമറ്റിൻ്റെ വിഷയങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി കണ്ണൂർ ജില്ലയിൽ വേറെ കളിയില്ല. വളവട്ടണം ഇപ്രാവശ്യം കളിയില്ല, അല്ലെങ്കിൽ കോളിക്കടവ് ഇപ്രാവശ്യം കളിയില്ല. അപ്പോൾ ഈ മേഖലയിൽ മൊത്തമായിട്ട് കണ്ണൂർ ജില്ലയിൽ ഇനി ഇരിക്കൂറിലെ ഈ അഖിലേന്ത്യാ സെവൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് ജനങ്ങൾ നല്ല ഒരു സപ്പോർട്ടായിട്ട് എല്ലാ ഭാഗത്തും ആളുകൾ വരും, അത് ഗ്യാരണ്ടിയാണ്. അപ്പോൾ അവരെ ഏറ്റുവാങ്ങി നമ്മുടെ കൾച്ചർ, നമ്മളാണ് ഈ വേൾഡ് കപ്പ് എന്ന രീതിയിൽ, നമ്മുടെ വേൾഡ് കപ്പാണ് അത്. ഓരോ ടീമിൻ്റെ ആളുകൾ അതിൻ്റെ അന്തസ്സത്ത ഉൾക്കൊള്ളുന്ന രീതിയിൽ തന്നെ ഈ ടൂർണമെൻറ്റിനെ വിജയിപ്പിക്കല്ലേ. ഇതിനിപ്പം നമ്മുടെ ടൂർണമെൻറ്റ് കമ്മിറ്റി കൺവീനർ മർസൂഖ് സാഹിബ് ലീവ് 1 മാസത്തേക്ക് എടുത്തിട്ടാണ് ടൂർണമെൻറ്റിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പ്രവാസികൾ കളി കാണാൻ ഒരുപാട് പ്രവാസികൾ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളെ ക്ലബ്ബിൽ 100 ചില്ലറ മെമ്പർമാരുണ്ട്, അവരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ സ്പോൺസർമാരായിട്ട് ഇപ്പം നമുക്ക് 21 ടീമുള്ളത്, ടോട്ടൽ 21 ടീമാണ് ടോട്ടൽ ഗ്രൗണ്ടിൽ മത്സരിക്കുന്ന ടീമാണ്. അപ്പോൾ 21 ടീമിൽ ഇപ്പോൾ ഏകദേശം 16 ടീമിനോളം സ്പോൺസർമാരായിക്കഴിഞ്ഞു. സാധാരണഗതിയിൽ 5 or 6 സ്പോൺസർ ടീമേ ഉണ്ടാകാറുള്ളൂ. പക്ഷേ ഈ വർഷം അങ്ങനെയല്ല. ഈ ലാസ്റ്റ് ഘട്ടം വന്നാൽ ഫുള്ളായിട്ട് ചിലപ്പോൾ സ്പോൺസർമാരാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഓരോ ടീമിനും ഓരോരുത്തർ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ആവേശം ആദ്യമായിട്ടാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ സ്കൂൾ വെക്കേഷൻ പൂർണ്ണമായിട്ട് സ്കൂൾ അടച്ചു, നോമ്പ് കഴിഞ്ഞു, എക്സാം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, കുട്ടികളൊക്കെ ഫ്രീ ആണ്. അപ്പോൾ ഈ ഒരു ഫുട്ബോൾ ചുരം കുട്ടികളിൽ ഉണ്ടാക്കാനും ഇത് വലിയ, നമുക്കറിയാം മയക്കുമരുന്ന് കേരളത്തിനെ കാർന്നു നിന്ന് വലിയൊരു വിപത്താണ്. ആ വിപത്തിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കണമെങ്കിൽ അതിനേക്കാൾ ഹരമായ വേറൊരു കാര്യം അവർ കണ്ടെത്തണം. അത് ഫുട്ബോളാണ്. ലോകത്തിലെ തന്നെ ലഹരിയിലാക്കുന്ന ഫുട്ബോളാണ്. അപ്പോൾ അത് നമ്മളിവിടെ വിജയിച്ചാൽ ഇരിക്കൂറിൽ ഒരു ഫുട്ബോളിൻ്റെ ചരിത്രം തന്നെ ഭാവിയിൽ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും.
കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ സ്റ്റേറ്റ് ലെവലിൽ ബ്ലാസ്റ്റേഴ്സിനോട് വരെ കളിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റേറ്റ് ടൂർണമെൻറ്റിൽ ഡൈനാമോസും ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള മത്സരം ഉണ്ടായിരുന്നു. നമ്മളെ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ എന്താ പല ഭാഗത്തു നിന്നും വരുന്ന കുട്ടികളാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ അക്കാഡമിയിൽ മാത്രം നിൽക്കുന്ന കുട്ടികളാണ്. നമുക്ക് ഗോളൊന്നും അടിക്കാൻ പറ്റിയിട്ടില്ല. അവർക്ക് മാക്സിമം അവർക്ക് ചെയ്യാൻ പറ്റിയത് നമ്മൾ ഗോൾ കീപ്പറെ കൈ പൊട്ടിയത് കൊണ്ട് 4 ഗോൾ അവർ അടിച്ചു. അതവർ ഭയങ്കര ആഘോഷമാക്കി അവരെ ഫേസ്ബുക്കിലൊക്കെ ഇട്ടു. ഏകദേശം 1,00,000 ചില്ലറ ആളുകൾ അത് കണ്ടു. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ക്ലബ്ബ് അത്ര ഉയരത്തിലാണ് ഇരിക്കൂറും ഈ പ്രദേശത്തെ ഫുട്ബോളും ഉള്ളത്. നിങ്ങളെ ഈ നമ്മുടെ ക്ലബിനെയും നാടിനെയും ഫുട്ബോളിനെയും വലിയ ഉയരങ്ങളിൽ എത്തിക്കാൻ നമുക്ക് സാധിക്കും. അതിൻ്റെ ഒരു ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള ഏതൊരു നെഗറ്റിവിറ്റി നിങ്ങളെ മുന്നിലേക്ക് വരുമ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, പോസിറ്റീവ് ചിന്തിച്ചുകൊണ്ട് തോൽവിയായാലും ജയമായാലും നമുക്കറിയാം കപ്പ് ഒരു ടീമിനാണ് കിട്ടും. പക്ഷേ അമ്പയർന്ന് വെളിവ് വരാം, എന്തെങ്കിലും പോയിട്ട് വരാം. ഇന്ന് വരെ ഡൈനാമോസ് ടൂർണമെൻറ്റ് പേര് കൊടുക്കലുണ്ട്, നിങ്ങൾക്കറിയാം. പക്ഷെ ഡൈനാമോസിന് അനുകൂലമായിട്ട് വിളിപ്പിക്കുകയായി ഡൈനാമോസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടീമിന് അനുകൂലമായി റഫറിമാർ പറയും ഇരിക്കൂർ കമ്മിറ്റി ഒരു ടീമിനോടും ആ ടീമിന് അനുകൂലമായി വിളിക്കാൻ പറ്റില്ല. എല്ലാ ടൂർണമെൻറ്റും അടി നടത്തുന്നത് കാരണം ടീം അവർക്ക് ഫിഫ മഞ്ചേരി ഫൈനലിൽ വേണം, അൽമദീന ഫൈനലിൽ വേണം, അതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫൈനൽ വേണം, സൂപ്പർ സ്റ്റുഡിയോ ഫൈനൽ വേണം. ഓരോ ഗ്രൗണ്ടിനും അജണ്ട ഉണ്ടാവും. ആ അജണ്ടയ്ക്ക് അനുസരിച്ച് വിസിലൂതാൻ പറയും അംബേഴ്സിനോട്. നമ്മൾക്ക് ആരാ ഫൈനലിൽ വരുന്നത് നമുക്ക് തന്നെ അറിയുന്നില്ല. അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ ശ്രദ്ധിക്കലേ അല്ലേ ടീമാ ഫൈനലിൽ വരുന്നത്. ഓരോ കളി കഴിയുന്നതിന് നമുക്ക് ടെൻഷനാണ്. നാളത്തെ എന്തായിരിക്കും, ഇപ്പം നമുക്കിപ്പോൾ പുതിയ ടെൻഷനാണ്. എന്താ മഴ വരുമോ, ഇപ്പം നമ്മുടെ മനസ്സിൽ കർമ്മയൊക്കെയാണ്. പക്ഷെ അതിനൊക്കെ അതിജീവിക്കുക ഈ ആവേശം. അപ്പം എല്ലാവരും അവരെ പണിയൊക്കെ ഒഴിവാക്കിയിട്ടാണ് എല്ലാവരും ഓൾ ഓവർ മുമ്പിലും അപ്പുറം ഇരിക്കുന്നവരുണ്ട്.